നമ്മളെല്ലാം പറഞ്ഞതുപോലെ അവസാനം കാര്യങ്ങൾ പറഞ്ഞ് ഉരുത്തിരിഞ്ഞ് എത്തിപ്പെട്ടിരിക്കുന്നത് കുറേ ഉദ്യോഗസ്ഥർ എന്തോ ചെറിയ തെറ്റ് ചെയ്തു. ഒരു 60 പവൻ സ്വർണം, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വരുന്ന സ്ഥലത്ത് ഒരു ഒരു 500 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോ സ്വർണം 40 കിലോയൊക്കെ വരുന്ന സ്ഥലത്ത് പിന്നെ 2400 2500 പവൻ വരുന്ന സ്ഥലത്ത് ഒരു 60 പവൻ സ്വർണം മാത്രം അടിച്ചുകൊണ്ട് പോയ ഒരു പോറ്റിയെക്കുറിച്ചാണോ നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്നുള്ള വളരെ ലാഘവത്തോടുകൂടി ലളിതവൽക്കരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെ കാണുകയാണ്. അല്ലാതെ കഴിഞ്ഞ 10-25 വർഷക്കാലമായി പിന്നെ അവിടെ പിന്നെ കർമ്മിയുടെയും പരികർമ്മിയുടെയും ശാന്തിയുടെയും ഉപശാന്തിയുടെയും ഉപകർമ്മിയുടെയൊക്കെ നേതൃത്വത്തിൽ കയറിപ്പറ്റിയവരും കഴകക്കാരും അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഭഗവാൻ അയ്യനെ വിറ്റ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെ ദേവസ്വം ബോർഡിന് മേൽശാന്തിയാകണമെങ്കിൽ കൈക്കൂട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടുത്തെ ഓരോ കൊട്ടേഷനും കിട്ടാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുതലാളിമാർ കൊണ്ട് കൈക്കൂലി കൊടുക്കണം എന്നുള്ള കാര്യം ആരും പറയുന്നില്ല. എന്തായാലും വളരെ ഗുരുതരമായ ക്രമക്കേടാണ്, മോഷണമാണ്, പിടിച്ചുപറിയാണ്, കൊള്ളത്തരമാണ് ശബരിമലയിൽ നടന്നത്. അതൊരു കൃഷ്ണൻ പോറ്റിയിൽ മാത്രം തീരില്ല. കൃഷ്ണൻ പോറ്റിയെ ഒതുക്കിക്കൊണ്ട് ഈ പ്രശ്നം തീർക്കാമെന്ന് വിചാരിക്കുന്നതും ശരിയല്ല. 4-5 ഉദ്യോഗസ്ഥന്മാരിലോ കൃഷ്ണൻ പോറ്റിയിലോ മാത്രം ശബരിമല ഒതുങ്ങില്ല. അതൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ബാക്കി പത്രമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ ആദ്യം തിരിച്ചറിയണം. ഹിന്ദു സമാജം തിരിച്ചറിയണം. RSSനെയോ സംഘപരിവാറിനെയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെയോ ഹിന്ദു ഐക്യവേദിയെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ഒരു സംഘടനാ രൂപം ബാധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരുപാട് പരിമിതികളുമുണ്ട്. പക്ഷേ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം അത് മന്നത്ത് പപ്പനാവനും നായർ ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളും അയ്യാഗുരുവും അയ്യങ്കാളിയും ഒക്കെ കൊണ്ട് നടന്ന് വളരെ വലിയ തോതിൽ വിവിധ ജാതികളെ സംഘടിപ്പിച്ചിട്ടാണെങ്കിൽ പോലും ഹിന്ദു മതത്തിൻ്റെ ഐശ്വര്യത്തിനും സമ്പന്നതയ്ക്കും വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ആ സംഭാവന നൽകിയവരുടെ സംഭാവനകളെപ്പോലും മാനിക്കാതെ വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്ന ഗവൺമെൻറ് സർക്കാർ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രതിപക്ഷവും BJPയും കൂടെ മാറിത്തീരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എവിടെയാണ് നീതി ലഭിക്കുക? എന്തായാലും ശബരിമലയിലെ സ്ട്രോങ് റൂം ഉൾപ്പെടെ തുറന്നു നോക്കുവാൻ ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷനാണ് നേതൃത്വത്തിലുള്ള കമ്മീഷൻ ശബരിമലയിലെത്തി കാര്യങ്ങൾ തിരക്കി നിലവറകൾ തുറന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശബരിമലയിൽ അയ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ പ്രവർത്തനമാണ് ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തായാലും കോടതി വച്ചിട്ടുള്ള അമിക്യൂസ് ക്യൂറി ഈ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇന്നലെ തന്നെ കോടതി കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിക്കാൻ കഴിഞ്ഞു. ഇനി ആ വൻപൻ്റെ പിന്നിൽ, ചെറിയ മീനിൻ്റെ പിന്നിൽ ഏതൊക്കെ സ്രാവുകളാണുള്ളത്, വൻപൻ സ്രാവുകളാണുള്ളതെന്ന് തിരിച്ചറിയണം. അയ്യൻ തന്നെ എല്ലാം പുറത്ത് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ.